ജീവിതം കട്ടിപിടിക്കുന്നതുകൊണ്ടല്ലോ പാഷനൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ജീവിതത്തിന്റെ പുറകെ പോകാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ പലരും. പക്ഷേ ഉണ്ടല്ലോ, ജീവിതവും പാഷനും ഒക്കെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുപോകുന്ന ഒരു ഇംഗ്ലീഷുകാരന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പാഷനും ഒന്ന് കണ്ടാലോ. കഴിഞ്ഞ 20 വർഷമായിട്ട് മുടിവെട്ടുന്ന ജോലിയാണ് ആന്റണി എന്ന ഇദ്ദേഹം ഉപജീവനമാർഗമായിട്ട് കൊണ്ടുപോയി നടക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല ബാർബർ ഇദ്ദേഹമാണെന്നാണ് പുള്ളിക്കാരന്റെ കസ്റ്റമേഴ്സ് തന്നെ നേരിട്ട് പറഞ്ഞറിഞ്ഞത്. നടന്നു പോകുന്ന വഴിക്ക് പുറമേ നിന്നുള്ള ഔട്ട്ലുക്ക് കണ്ടിട്ട് ഒരു പുരാതന വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പാന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനുള്ളിൽ കയറുന്നത്. കാരണം ഉണ്ടല്ലോ, പുറമേ നോക്കുമ്പോൾ ഈ ആന്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളില്ലേ, അതിന്റെ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ഈ ഒരു ഷോപ്പിന് ഉണ്ടായിരുന്നത്. പക്ഷെ ഉള്ളിൽ കയറി എന്നെ അത്ഭുതപ്പെടുത്തിയത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 99% ഐറ്റംസും ഇവിടെയുള്ളത് വിന്റേജ് ഐറ്റംസ് തന്നെയായിരുന്നു. ബാക്കിയുള്ള 1% പുള്ളിക്കാരനെ തന്റെ ഉപജീവന മാർഗമായിട്ടുള്ള മുടിവെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയറും കണ്ണാടിയും അതിനനുബന്ധിച്ച വസ്തുക്കളും ഇടാനായിട്ട് അവസാനത്തെ 1%. ചെന്നപാടെ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് ഇതൊരു ആന്റിക് ഷോപ്പാണോ അതോ ഒരു ബാർബർ ഷോപ്പാണോ എന്നതാണ്. പിന്നീടുള്ള ചർച്ചകൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പാഷൻ അല്ലെങ്കിൽ ഹോബിയാണ് ഇതുപോലുള്ള വിന്റേജ് ഐറ്റംസ് കളക്ട് ചെയ്ത് ഒരു മ്യൂസിയം സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇംഗ്ലണ്ടിന്റെയും ലോകത്തിന്റെയും ഉണ്ടല്ലോ നൂറ്റിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാൻ കഴിയുന്ന കളക്ഷൻസ് ഇപ്പോ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. ഉപജീവന മാർഗ തിരക്കുകൾക്കിടയിലും പുള്ളിക്കാരന്റെ ഇത്തരത്തിലുള്ള കളക്ഷനെ പറ്റിയും ഇദ്ദേഹത്തിന്റെ പാഷനെ പറ്റിയൊക്കെ BBC വരെ ആർട്ടിക്കിൾ വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, വിന്റേജ് ഐറ്റംസുകളൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ചുറ്റുള്ള പ്രദേശത്ത് നിന്നുള്ള ആളുകളും കസ്റ്റമേഴ്സും ഒക്കെ കളക്ഷന് വേണ്ടിയിട്ട് ഐറ്റംസുകൾ കൊടുക്കാറുണ്ട്. ജീവിതം ഉണ്ടല്ലോ, അതെങ്ങനെ വേണേലും മുന്നോട്ട് വെക്കോട്ടെ, പക്ഷെ നമ്മുടെ ഹോബിയെയും പാഷനെയൊക്കെ മുറുകെ പിടിക്കാനും അതിനുവേണ്ടി പൊരുതാനുമുള്ള ഒരു ആവേശത്തിന്റെ പ്രതിരൂപം തന്നെയായിരുന്നു ആന്റണി എന്ന ഈ മനുഷ്യനിൽ ഞാൻ കണ്ടതും അറിഞ്ഞതും.